ഒരു പെൺകുട്ടിയുടെ വിവാഹം ആണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ഇപ്പോഴത്തെ സിനാരിയോയിൽ കാരണം പിള്ളേരെല്ലാം സെലിബ്രേറ്റീവ് മോഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സാർ എപ്പോഴും പറയാറുണ്ടല്ലോ, വിവാഹത്തിന് പെൺമക്കൾക്ക് കൊടുക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് അപ്പാർട്ട്മെൻറ്റോ ലാൻഡോ വീടോ അങ്ങനെയൊക്കെയാണെന്ന്. സാർ ഒന്ന് വിശദീകരിക്കാമോ അത് എന്താണെന്നുള്ളത്? ഇപ്പോൾ ഉള്ള യങ്സ്റ്റേഴ്സ് നമ്മൾ കാണുന്ന ഒരു സിനാരിയോ ഒരു ജീവിതം സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ച് വിവാഹം ഫിക്സ് ചെയ്യുമ്പോൾ ഒന്ന് കാർന്നവന്മാർ, അതായത് അവരുടെ പാരൻസിൻ്റെ ലെവലിൽ വരുന്ന ഒരു കാര്യം, ആ കുട്ടീനെ കല്യാണം കഴിച്ചു വിടുമ്പോൾ എന്താണ് അവർക്ക് കൂടുതലായി കൊടുക്കേണ്ടത്, എങ്ങനെ കൊടുത്താൽ അത് അവർക്ക് സാറ്റിസ്ഫൈഡ് ആകും എന്നുള്ള ഒരു ചിന്തയാണ്. കാരണം ഒരു ന്യൂക്ലിയർ ഫാമിലിയാണല്ലോ ഉള്ളവർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലരും തന്നെ നമ്മൾ കാണുന്നത് അവർക്ക് സ്വർണം വാങ്ങിക്കൊടുക്കുക, ഡയമണ്ട് വാങ്ങിക്കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും കാണുക. പക്ഷേ ഇപ്പോഴത്തെ സിനാരിയോയിൽ കാരണം പിള്ളേരെല്ലാം സെലിബ്രേറ്റീവ് മോഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പാരൻസ് എന്ത് ചെയ്യുമ്പോഴും ഒരു കുട്ടിയുടെ വിവാഹം, ഒരു പെൺകുട്ടിയുടെ വിവാഹം ആണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അവിടെയാണല്ലോ കാര്യങ്ങൾ വരുന്നതും കുഴയുന്നതും. അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന എന്തായിക്കോട്ടെ, അത് നിങ്ങൾ കൊടുക്കുമ്പോൾ അതൊരു അർത്ഥവത്തമായ സാധനമാണ് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഗോൾഡിൻ്റെ വില ഇത്രയധികം കയറിയതുകൊണ്ട് പഴയ പോലെ ആൾക്ക് പണ്ടൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഓ എൻ്റെ മോൾക്ക് 100 പവനും +++ ആണ് കൊടുക്കണമെന്ന് പറയും, അല്ലെങ്കിൽ 100 പവനും ഒരു കാറും മറ്റതും മറിച്ചതും കൊടുക്കുമെന്ന് പറയും. ഇതെല്ലാം ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസാണ് ഈ കൊടുത്തു വരുന്നത്. അത് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വിൽക്കാവർക്ക്, എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ പണം വേണമെന്നുണ്ടെങ്കിൽ അത് വിറ്റ് പൈസ വാങ്ങിക്കാം. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനമായ ഒരു ഘടകം നിങ്ങളുടെ പാരൻസ് ഇവർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ അവരുടെ ഒരു ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള ഒരു കാര്യമാക്കി മാറ്റണം. അവർക്ക് കൂടി ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളൊരു കാര്യമായിട്ട് അത് എടുക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു കുട്ടിക്ക് ഫോർ എക്സാമ്പിൾ പാരൻസ് ഒരു 1 കോടി രൂപയുടെ അസറ്റുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവരിൽ അതിൽ പകുതിയിൽ കൂടുതൽ നിങ്ങൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിനേറ്റവും ഒരു കുട്ടി ഒരു കപ്പിൾസ് അവർ മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും അത്യാവശ്യമായൊരു കാര്യം സ്വന്തമായൊരു ഭവനം എന്നുള്ളതാണ്. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫും രണ്ടുപേരും വർക്കിംഗ് ക്ലാസ്സാണ്. അതാണല്ലോ ഭൂരിഭാഗം കാണുന്നത്. 99% ഇപ്പോൾ കാണുന്നത് അങ്ങനെയാണ്. രണ്ടുപേരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഈ ആഷ്പോഷ് ലൈഫിലേക്ക് പോകാതിരിക്കാൻ, ഐഫണ്ട ലൈഫിലേക്ക് പോകണം. അതൊക്കെ അതിൻ്റെതായ രീതിയിൽ പോയിക്കോട്ടെ. പക്ഷേ ആ പൈസ മുഴുവനും സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക, അവരുടെ ഇൻകം മുഴുവൻ അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കാനായിട്ടുള്ള ഒരവസ്ഥ നിങ്ങൾ കൊടുക്കരുത്. അപ്പോൾ മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവർക്ക് കൂടി ഒരു കമ്മിറ്റ്മെൻ്റുള്ള ഒരു കാര്യമാണ് അതിലേക്ക് നിങ്ങൾ ചിന്തിക്കേണ്ടത്. കാരണം ഞാനിപ്പോൾ ഒരു ഫ്ലാറ്റ് വിൽക്കുന്ന കമ്പനിയാണ്, അതിൻ്റെ MD ആണ്. പക്ഷെ ഞാൻ എൻ്റെ ഫ്ലാറ്റിനെ കുറിച്ചല്ല ഞാൻ പറയണേ. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ട് അവൾക്ക് കൊടുക്കുക, പറയുക, ഓക്കെ ഞങ്ങൾ വി ആർ പെയ്ഡ് 25% and your ultimate the target is you have to have your own home, your own shelter. ബാക്കിയുള്ളത് you both are put together and put the money on that and get the things out എന്നുള്ള ഒരു സിനാരിയോയിലേക്ക് അവരെ കൊണ്ടുവരണം. അവരുടെ ഈ കയ്യിലുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അതെല്ലാം വിറ്റ് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട അവസ്ഥ വരും. അങ്ങനെയുള്ളത് ഇല്ലാതാക്കാൻ, അതിനെ നിങ്ങൾ പൂർണ്ണമായും അതിനെ നിരുത്സാഹപ്പെടുത്താനായിട്ട് ഏറ്റവും വലിയൊരു കഴിവ്, ദേ ആർ ടൈഡ് അപ്പ് വിത്ത് ദറ്റ് അപ്പാർട്ട്മെൻറ്റ്, ദേ ആർ ടൈഡ് അപ്പ് വിത്ത് ദിസ് ലാൻഡ്, ദേ ആർ ടൈഡ് അപ്പ് വിത്ത് ദറ്റ് വില്ല. അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് അത് സ്വായത്തമാക്കാനുള്ളൊരു ഉത്തരവാദിത്വം അവർക്കുണ്ടാവും.
അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടി കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ മക്കൾക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അതിനെ കൊണ്ടുള്ള ഉപകാരം ഉണ്ടാവും, അതവരുടെ അസറ്റായിട്ട് മാറും. വേറസ് ഗോൾഡ് അത് കൊടുക്കണം, കൊടുക്കാതിരിക്കാൻ പറ്റില്ല, അതെല്ലാം ആവശ്യത്തിനുള്ളതൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാം. പക്ഷേ അത് മാത്രം കൊടുത്ത്, അല്ലെ ക്യാഷ് മാത്രം കൊടുത്ത്, അല്ലെ വേറെ എന്തെങ്കിലും ഡയമണ്ട് മാത്രം കൊടുത്തുകൊണ്ട് അവർ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും വിൽക്കാം, അതനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ നടത്താം. അതിന് വരുമ്പോൾ ലാസ്റ്റ് വരുമ്പോൾ ബിഗ് സീറോ ആയിട്ട് മാറും അവർ. വേറെ ഇതുപോലുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ ദേ ഹാവ് കമ്മിറ്റ്മെൻറ്റ്, ദേ ഹാവ് മറ്റുള്ള എന്താ പറയുക റെസ്പോൺസിബിലിറ്റി, ദേ ഹാവ് എ ഡ്രീം. കാരണം പുതിയ വെഡിട്ട് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഭവനം, എല്ലാവർക്കും സ്വന്തമായിട്ട് ഭവനം ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ആ ഭവനം വാങ്ങിക്കാനുള്ളൊരവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് ഞാൻ പറയുന്നുള്ളൂ. കാരണം അത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവിക്ക് വളരെയധികം ഗുണം ചെയ്യും. ഇന്ന് നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം നാളെ ഒരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. പാരൻസിനും അത് ഓക്കെ, ദേ ഹാവ് ദെയർ ഓൺ അസറ്റ്, ദേ ഹാവ് ദെയർ ഓൺ ഹോം, ദേ ഹാവ് ദെയർ ഓൺ. ഇവർ ഹോമുണ്ടെന്ന് വെച്ചാൽ ഹോമിലേക്ക് വെറുതെ കയറി ചെല്ലാൻ പറ്റില്ല. അവിടെ ഫർണിഷിങ് ചെയ്യണം, അവിടെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം, ജീവിക്കാനുള്ള എല്ലാ സാധനങ്ങളും അവർ ഉണ്ടാക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഇവർ രണ്ടുപേരും കൂടി ഏതെങ്കിലും ഫ്ലാറ്റോ വീടോ വാടകയ്ക്ക് എടുത്ത് അവർക്കും കാശ് കൊടുത്ത് മറ്റുള്ളത് അടിച്ച് തീർത്ത് കഴിയുമ്പോൾ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഒരു 5 വർഷം കഴിയുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ കയ്യിലൊന്നും ഉണ്ടാകാത്തൊരവസ്ഥയായിരിക്കും. ഇതിൻ്റെ വേറൊരു വശമുണ്ട്. ഞാനിതിനെപ്പറ്റി ഒരു ഫാക്ട് ചെക്ക് നടത്തിയപ്പോൾ കേരളത്തിൽ ഒരു ദിവസം നടക്കുന്ന ഡിവോഴ്സ് 90 to 100. ഇറ്റ് ഈസ് ഗോയിങ് അപ്പ്. എവറി ഇയർ ഇറ്റ് ഈസ് ഗോയിങ് അപ്പ്. ഇന്ന് എല്ലാ മാതാപിതാക്കൾക്കുമല്ല, കുട്ടികളെ വിവാഹം ചെയ്തു വിടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ പ്രായമായി നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ ഇടയിൽ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യനാണ്, എന്തായിരിക്കും എൻ്റെ മോളുടെ, ആണുങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ മോളുടെ അവസ്ഥ എന്തായിരിക്കും. മകൻ്റെ അവസ്ഥയെ പറ്റി നോക്കേണ്ട കാര്യമില്ല, പക്ഷെ മോളുടെ അവസ്ഥ എന്തായിരിക്കും. കാരണം അവർക്ക് അതിൻ്റേതായ ചില ബലഹീനതകളൊക്കെ ഉണ്ടല്ലോ. പാരൻസ് സംബന്ധിച്ചിടത്തോളം അവർക്കും അതിൻ്റേതായ പ്രശ്നങ്ങൾ. നാളെ എന്തെങ്കിലും മോൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ആൻഡ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഈ 90-100 ഡിവോഴ്സ് ഒരു ദിവസം കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നുകൂടി അങ്ങോട്ട് വിശദീകരിച്ച് നോക്കുമ്പോൾ കണ്ടത് 20% ഡിവോഴ്സുകൾ നടക്കുന്നത് സാമ്പത്തികമായ കാര്യങ്ങളിലാണ്. ഗ്രീഡായിട്ട് വന്ന് ആ പെൺകുട്ടിയുടെ വീട്ടിലെ അസറ്റുകളും അവരുടെ എന്താ പറയുക സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ കണ്ടുകൊണ്ട് വന്ന് മാരേജ് ഫിക്സ് ചെയ്ത് ഉറപ്പിച്ച് കള്ളക്കഥകളോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഉറപ്പിച്ച് കല്യാണം നടത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ഇടൻ അജണ്ട ഉണ്ടല്ലോ, അതായത് ഗ്രീഡായിട്ടുള്ള അജണ്ട, അതായത് ഈ കുട്ടിയുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ കുട്ടിയുടെ കയ്യിലുള്ള സ്വത്തുക്കളോ എന്തെങ്കിലും അടിച്ചു മാറ്റുക, അത് വെച്ച് ലാവിഷായി ജീവിക്കുക എന്നുള്ളൊരു സ്റ്റൈലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഈ കുട്ടി സമ്മതിച്ചില്ല, അല്ലെങ്കിൽ കുട്ടിയുടെ വീട്ടുകാർ സമ്മതിച്ചില്ല, അതിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പലരും വന്ന്, അല്ലെങ്കിൽ അത് ഈ ചെക്കൻ്റെ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിലും ഇങ്ങനെ വരുമ്പോൾ എന്താ പറയുക, ഫ്രിക്ഷനായി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വരച്ചേർച്ച വലുതായി വലിയ ഇഷ്യൂയിലേക്ക് മാറി അൾട്ടിമേറ്റ്ലി അത് ഡിവോഴ്സായിട്ട് മാറും. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ഉണ്ടായിരുന്ന 50 പവൻ സ്വർണമാണ് കൊടുത്തതെങ്കിൽ ആ 50 പവൻ്റെ സ്വർണം ഈ ക്രുക്കട്ടായ ചിന്തയിലൂടെയും ഐഡിയയിലൂടെയും വന്ന് കയറിയിട്ടുള്ള ഈ ഗ്രീഡായിട്ടുള്ള വരൻ അല്ലെങ്കിൽ വരൻ്റെ വീട്ടുകാർ അതടിച്ചു മാറ്റിയിട്ടുണ്ടാവും. ഇതൊക്കെ സാധാരണ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. നമ്മൾക്ക് ഒരു ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ പറ്റും. 10 കേസ് എടുത്താൽ 5 ഈ കേസുകളൊക്കെ ഉണ്ട്. അവസാനം വരുമ്പോൾ എന്താ സംഭവിക്കുക, കുട്ടിക്ക് കൊടുത്ത കാര്യങ്ങളുണ്ടാവില്ല, കേസായി വക്കാണമായി പ്രശ്നങ്ങളായി ഇതിങ്ങനെ നീണ്ട് കുട്ടിയുടെ ലൈഫും
വളരെ പരിതാപകരമായി മാറും. കാരണം അവരുടെ പാരൻസിൻ്റെ പിന്നീട് ഇതുപോലെയുള്ളൊരു അല്ല ഒരു അസറ്റോ ഇങ്ങനെയുള്ള ഗോൾഡോ മറ്റതും കൊടുത്ത് കല്യാണം കഴിച്ചു വിടുവാനായിട്ട് സാധിക്കാത്ത അവസ്ഥയുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഇങ്ങനെയുള്ള ഗ്രീഡായിട്ട് വന്ന് ഡിവോഴ്സ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഇതുപോലെ ഒരു ഫ്ലാറ്റാണ് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ, അതും പെണ്ണിൻ്റെ കുട്ടിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ, ഇദ്ദേഹത്തിന് അതിലെടുത്തോട്ട് പോകാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. നാളെ എന്ത് സംഭവിച്ചാലും ഈ ഗ്രീഡുമായിട്ട് ഇവിടെ വന്ന് വർക്കൗട്ട് ആവില്ല. ഭാര്യനോട് ചോദിക്കാൻ പറ്റില്ല, നിൻ്റെ എഗ്രിമെൻറ്റ് എൻ്റെ പേരിലേക്ക് എഴുതാൻ പറയാൻ പറ്റില്ല. മറ്റേതാകുമ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, നീ ഒരു 2 പോയിൻറ്റ് സ്വർണ്ണം എടുത്തു ഞാൻ ബാങ്കിൽ വെക്കട്ടെ, പണയം വെക്കട്ടെ, വിൽക്കട്ടെ എന്ന് പറഞ്ഞ് സ്ലോലി. അപ്പോൾ വീട്ടിലെ ആ ഒരു സന്തോഷത്തെ കടത്താതിരിക്കാൻ, ആ വീട്ടിലെ എല്ലാവരും കോംപ്രമൈസ് ചെയ്യാനായിട്ട് കുട്ടികൾ തയ്യാറാവും. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഗ്രാജുവലി ഈ കുട്ടിയുടെ വാട്ട് യു ഹാവ് ഗിവൺ, ദ പാരൻസ് ഗിവൺ, അത് ഒലിച്ചു പോവുകയും അത് ഇല്ലാതാകുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. ഇൻസ്റ്റെഡ് ഓഫ് ആവശ്യത്തിന് സ്വർണ്ണം കൊടുക്കുക, കൂടുതലായിട്ട് എന്താണ് കൊടുക്കുന്നത് അതിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് രണ്ടുപേർക്കും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. കള്ളനാണയങ്ങൾക്ക് ഇതുമായിട്ട് പോകാനും പറ്റില്ല. അപ്പോൾ അവരുടെ അജണ്ട വർക്കൗട്ട് ചെയ്യുകയും ചെയ്യില്ല. അത് ഇങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഡവറി ഇന്ന് നിയമപരമല്ല, എന്നിരുന്നാലും ഇൻറ്റേർണലായിട്ട് എല്ലാവരും സംസാരിക്കുന്ന കാര്യമാണ്. കാര്യങ്ങൾ നിയമമല്ല, മറ്റതാണ് ലോയൊക്കെ ഉണ്ട്, ഫോർഗെറ്റ് ഇറ്റ്. അതൊന്നും ഇവിടെ നടക്കണമെന്നില്ല, അത് ഇൻറ്റേർണലായിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെയാണ് അപ്പാർട്ട്മെൻറ്റാണ് കൊടുക്കണമെന്ന്, ഈ ഗ്രീഡ് ആയിട്ട്, അതായത് ഹിഡൻ അജണ്ടയായിട്ട് വന്നിരിക്കുന്ന വരൻ്റെ ഫാമിലിയോ ഉണ്ടെങ്കിൽ അവരുടെ ഈ അജണ്ട വർക്ക് ചെയ്യില്ല, അതുകൊണ്ട് അവർക്കത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എന്താ പറ്റുന്നത്, നിങ്ങളുടെ മോളുടെ ലൈഫ് കൂടുതൽ സേഫ്റ്റിയിലേക്ക് പോയി, അല്ലെങ്കിൽ അത് സെക്യൂറായി. അതർവൈസ് ഷീ വിൽ ലൂസ് എവറിത്തിങ്, ഷീ വിൽ ലൂസ് ലൈഫ്, ഷീ വിൽ ലൂസ് എവറിത്തിങ്. യുവർ പാരൻസ് വിൽ ലൂസ് ദെയർ പീസ് ഓഫ് മൈൻഡ്. ഫാമിലിയിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാവും. കുട്ടികൾ 2-3 ഉണ്ടെങ്കിൽ, ആൺപിള്ളേരുണ്ടെങ്കിൽ അവർ കല്യാണം കഴിച്ച് വരുമ്പോൾ ഇവിടെ ഫാമിലി പ്രശ്നങ്ങളായി. ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയുള്ള വയസ്സായ തീരുമാനങ്ങൾ എടുക്കുക. നമ്മൾ കൺവെൻഷണൽ ടൈപ്പ്, അതായത് പരമ്പരാഗതമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്വർണ്ണ കച്ചവടവും ഈ ഡയമണ്ട് കച്ചവടവും ഇങ്ങനെയെല്ലാം വിട്ടിട്ട് ആവശ്യത്തിന് മാത്രം ഇതൊക്കെ കൊടുത്ത് ഇതുപോലുള്ള ഒന്നെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു വില്ല, അല്ലെങ്കിൽ ഒരു ലാൻഡ്, അല്ലെങ്കിൽ മറ്റ് പിടിച്ച് പറിച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത സാധനങ്ങൾ, അതാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്. ആ പ്രോപ്പർട്ടിയിലേക്ക് ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ല നിങ്ങൾ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, നിങ്ങൾ കൊടുക്കുന്ന ഡവറി എന്തും ആയിക്കോട്ടെ, അതിലേക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ ലൈഫ് സെക്യൂർ ആവും, നിങ്ങൾക്ക് പീസ്ഫുൾ ലൈഫ് ഉണ്ടാവും. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അവൾക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ളൊരു ഭവനമെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ലാൻഡാണെങ്കിൽ ലാൻഡിൽ നിന്നുണ്ടാവുന്ന അപ്രീസിയേഷൻ കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ വില്ലയാണെങ്കിൽ അവർക്ക് താമസിക്കാനുള്ളൊരു വീടാവും. ഇനി നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് അത് വാടക കൊടുത്താൽ അവർക്ക് ജീവിക്കാനുള്ളൊരു ഇതുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ ഒരു കുട്ടീനെ കല്യാണം കഴിച്ചു വിടുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിലിരുന്ന് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കേസാണത്. അല്ലാതെ ലോകം നിറച്ച് കയ്യിൽ നിറച്ച് വളകളും മാലകളും ഡയമണ്ടുകളും അതുമെല്ലാം ഇട്ട് കൊടുത്തു വിട്ടിട്ട് കുട്ടീനെ കൊണ്ട് കൊലക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. യു ഡിസൈഡ്, യു തിങ്ക് അബൌട്ട് ഇറ്റ്, പോസിറ്റീവ്ലി തിങ്ക് നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറൊരു കേസ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ മോൾക്ക് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയുള്ള ഒരു 15 ലക്ഷം രൂപ, പക്ഷേ ഐ ഹാവ് ഇൻകം വരുന്നുണ്ട്, എനിക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, എൻ്റെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഇല്ല. അപ്പോൾ പറയണം, ഓക്കെ എൻ്റെ മോൾക്ക് ഞാനൊരു ഫ്ലാറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, ഫോർ എക്സാമ്പിളാണ്. അതിൻ്റെ എഗ്രിമെൻറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് 10 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ എഗ്രിമെൻറ്റ് ഉണ്ടാക്കി. ഇതിൻ്റെ പേയ്മെൻറ്റ് ഞാൻ കൊടുത്തേക്കാം. കാലക്രമേണ 3 വർഷം 4 വർഷം കഴിയുമ്പോൾ പേയ്മെൻറ്റ് കംപ്ലീറ്റ് തീരുമ്പോൾ മകൾക്ക് വീട് മകളുടെ പേരിലേക്ക് അവർ തീരെഴുതി കൊടുക്കുകയും ചെയ്യും കമ്പനിക്കാരാണ്. അപ്പോൾ എന്താണ്, നമ്മൾക്ക് ലിക്വിഡിറ്റി ഇല്ലാതെ തന്നെ
നമ്മൾക്ക് വലിയൊരു ഇപ്പോൾ ഒരു കുട്ടീനെ കല്യാണം കഴിച്ചിട്ട് 1 കോടി വേണമെന്നെങ്കിൽ 1 കോടി ഉണ്ടായേ പറ്റുള്ളൂ. 1 കോടിയിൽ 1 രൂപ കുറച്ച് കൊടുത്താൽ ചിലപ്പോൾ വധുവിൻ്റെ വരൻ്റെ വീട്ടുകാർ പ്രശ്നങ്ങളുണ്ടാക്കും, വരൻ പ്രശ്നങ്ങളുണ്ടാക്കും. ഇതൊക്കെ ഇവിടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ വലിയ വലിയ സൊസൈറ്റി ടോക്കൊക്കെ ചെയ്യുമെങ്കിലും ഇതൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ രഹസ്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ലിക്വിഡിറ്റി പ്രശ്നമല്ല, മകളെ കെട്ടി ചൂടുക, ഇങ്ങനൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഇത് 3 വർഷം കൊണ്ട് എനിക്ക് പേ ചെയ്യാം, അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് അപ്പാർട്ട്മെൻറ്റ് എഗെയിൻസ്റ്റ് ലോൺ എടുക്കുക 9%. കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് ഒരാൾക്കും ലോൺ കൊടുക്കില്ല, മാരേജിന് കൊടുക്കാമെന്നും പറഞ്ഞ് ഒരാൾക്കും ലോൺ കൊടുക്കില്ല. പക്ഷേ ദേ ക്യാൻ ടേക്ക് ലോൺ, ദെൻ സ്റ്റാർട്ട് പേയ്മെൻറ്റ്. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഈ കുട്ടികൾക്ക് നല്ല രീതിയിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, അവർക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടും, അവർക്കും അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ മറ്റുള്ളത് ഉണ്ടാക്കേണ്ട അവസ്ഥകളുണ്ടാവും, അവർക്ക് വളരെയധികം നല്ല രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകാനും നല്ലൊരു നല്ലൊരു ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ച് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ അതിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പാരൻസ്, നിങ്ങൾ നല്ല എഡ്യൂക്കേറ്റഡുള്ള ആൾക്കാരായിരിക്കാം, ഇല്ലാത്ത ആൾക്കാരായിരിക്കും, പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ആലോചിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക. പൈസ കൂടുതലുണ്ടാകാം, കുറവുണ്ടാകാം, എന്നിരുന്നാലും ഇതെല്ലാം വർക്കൗട്ട് ചെയ്യും. ദീസ് ക്യാൻ വർക്കൗട്ട് ഈസിലി. അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം വരൂ, ഐ ക്യാൻ ടോക്ക് ടു യു. യു കം ഇൻ ടു കോൺഫിഡൻറ്റ് ഓഫീസ്, come here. I will give you the correct directions how to do it and all. Right? Thank you.